ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു കൃഷിക്ക് ചെയ്തതല്ല, പന്നിയെ പിടിക്കാൻ ചെയ്തതായിട്ടാണത് കാണുന്നത്. കാട്ടാന അലർസാണ്. എല്ലാ മൃഗങ്ങളും ശല്യമുണ്ട്. കാട്ടാന, പന്നി, കാട്ടാന്റെ ശല്യമുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്, എല്ലാ ശല്യമുണ്ട്. ഫോറസ്റ്റിലാണ് പോസ്റ്റ് ഇരിക്കുന്നത്. ഫോറസ്റ്റാണ്, കനാലിന്റെ പക്കത്ത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം വെച്ചിട്ടുണ്ടാവുള്ളൂ, പകലൊന്നും ഉണ്ടാവില്ല. പകലൊക്കെ ഇതിൽ എപ്പോഴും ആൾക്കാരുണ്ടാവണാണ്. ഇന്ന് 7 മണിക്ക് ശേഷം ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. വനം വകുപ്പിന്റെ ഇടയിൽ ഇല്ലാത്ത കൊണ്ടല്ല ഈ പ്രശ്നം ഇങ്ങനെ വരുന്നത്. അവർക്ക് ഇതിപ്പോ ഒരു പന്നിക്കോ ആനക്കോ അത് സംഭവിച്ചാൽ DFO വന്നിട്ടുണ്ടോ, ഫോറസ്റ്റിൽ എല്ലാവരും വന്നിട്ട് അവിടെ നാട്ടുകാരെ ഫുള്ള് പ്രശ്നമാക്കിയിട്ടുണ്ടാകും. ഇതിപ്പോ ഒരു മനുഷ്യനെ സംഭവിച്ചപ്പോൾ യാതൊരു വിലയില്ല. തീർച്ചയായും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അതൊരു സ്ഥിരം വേലിയല്ല, വൈദ്യുതി വേലിയല്ല, അത് കെണിയാണ്. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് എന്തോ സ്ഥാപിച്ചതാണ്. ആളുകൾ കടന്നു പോകുന്ന വഴിക്ക് മുമ്പ് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആ പ്രദേശത്തുള്ളവർ പറയുന്നത്. പക്ഷേ വനംവകുപ്പിനെതിരെ അല്ലെങ്കിൽ അവിടുത്തെ വന്യമൃഗശല്യത്തിലൊക്കെ അവർക്ക് പരാതിയുണ്ട്. അതുകൂടി ആ വാക്കുകളിൽ നിന്ന് ആ രോഷവും അവരുടെ വാക്കുകളുണ്ട്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട് നിലമ്പൂർ ആശുപത്രിക്ക് മുന്നിൽ നിന്ന്. വിപിൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ? അതെ, ഇപ്പോഴും ഇതാ UT റോഡിലാണ് ഇപ്പോൾ വലിയ ഉപരോധമൊക്കെ കഴിഞ്ഞത്. വലിയ സംഘർഷ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ആര്യൻ ഷൗക്കത്ത് ഇപ്പോൾ ഈ പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. UDF ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ ഈ പന്നിക്കെണിയിൽ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. ജിത്തു എന്നാണ് പേര്. ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് മൃതദേഹമുള്ളത്. 2 പേർക്ക് കൂടി ഇതിൽ പരിക്കേറ്റിട്ടുമുണ്ട്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. അത് സംഘർഷാവസ്ഥയിൽ കലാശിക്കുകയും ചെയ്തു. ശേഷം ഇപ്പോൾ ഇത് രാഷ്ട്രീയമായി തന്നെ ഒരുപാട് കാലമായി UDF ഉയർത്തുന്ന വിഷയമാണ്. ഇതിനൊരു പരിഹാരം വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ആര്യട ഷൗക്കത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതൊരു ഹീനമായ പ്രവൃത്തിയാണ് എന്നുള്ളതും UDFന്റെ നാടകം എന്നുള്ളതും പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും പ്രതികരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി ഉയർന്നു വരികയാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. കാരണം തിരഞ്ഞെടുപ്പിന്റെ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കാൻ തന്നെ UDF ഒരുങ്ങുന്നു, അതിനെ പ്രതിരോധിക്കാൻ LDF ഒരുങ്ങുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. ആ പ്രതിഷേധത്തിനൊടുവിൽ പോലീസിന്റെ ഈ ലാത്തി ചാർജിലൊക്കെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരുമായി സംസാരിക്കുന്നു ആര്യടൻ ഷൗക്കത്ത്. ഒപ്പം ജ്യോതികുമാർ ചാമക്കാല, കൂടുതൽ UDFന്റെ നേതാക്കൾ ഈ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് എടുത്തു പറയേണ്ടത്. ഈ മലയോര മേഖല നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ പന്നിക്കെണി ഉൾപ്പെടെയുള്ളവ. പക്ഷേ അത് ഒരു കെണിയായി തന്നെ വെച്ചതായിരുന്നു. അത് ഒരു ഫെൻസിംഗിന്റെ ഭാഗമായി വൈദ്യുതി കൊടുത്തതല്ല എന്നുള്ളതും ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു, അതിന്റെ ഒരു സ്വഭാവം തന്നെ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഇവിടെ വന്നിട്ടുള്ള പോലീസിന്റെ ബസ്സിലേക്ക് UDFന്റെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് അവരെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വിഷയം ഈ രാത്രി വലിയ ഒരു ചലനമായി തന്നെ മാറുകയാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. ജിത്തുവിന്റെ മൃതദേഹം നാളത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. ആ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ ഈ ആശുപത്രിയിലേക്ക് ആ സമയത്ത് എത്തുകയും ചെയ്തിരുന്നു. മറ്റ് 2 കുട്ടികൾ കൂടി പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് മറ്റാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ഇതിനെ നമ്മൾ അറിയുന്നത് പ്രകാരം തന്നെ ചട്ടിപ്പറമ്പ് നഗറിനോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് അവിടെ താമസിക്കുന്നതായിരുന്നു ഈ വിദ്യാർത്ഥികൾ. അവർ ഏകദേശം ഒരു 8 മണിയോടുകൂടി ഇന്ന് ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന പുഴയിൽ കുളിക്കുന്നതിനൊക്കെ വേണ്ടി ഇറങ്ങിയതായിരുന്നു, മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു. ഈ സമയത്ത് അവിടെ ഷോക്കേറ്റു എന്നാണ് അറിയുന്നത്. ഇതിനടുത്ത് ഈ ഒരു തോട്ടത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വൈദ്യുതി നേരിട്ട് ഈ കമ്പിയിലേക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു കെണി ഒരുക്കുകയായിരുന്നു. ആ കെണിയിൽ ഈ കുട്ടികൾ തൊട്ടതാണോ അതോ അത് വെള്ളത്തിൽ വീണ് കിടക്കുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ ആണ് ഇനി വ്യക്തത വരേണ്ടതുള്ളൂ. KSEBയുടെ ഭാഗത്ത് ഒരു അന്വേഷണം വേണം എന്നുള്ളത് ഇപ്പോൾ M സ്വരാജ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യകരമായ സംഭവം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ അത് പറയുന്നത്. അപ്പോൾ ഈ വിഷയം വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധത്തിന് കാരണമാവും. ഒപ്പം തന്നെ വനം വന്യജീവി സംഘർഷത്തെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഇനി നടക്കുകയും ചെയ്യും. ഇതിലേക്ക് എത്തിച്ചത് ഈ ഒരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളും നടക്കുകയും ചെയ്യും. പ്രജിൻ.